നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയതാരം മമ്മൂട്ടിക്ക് ഇന്ന് 73-ാം പിറന്നാളാണ്. മലയാളത്തിൻ്റെ മഹാനടൻ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുമ്പോഴും താനൊരു മികച്ച നടനായിട്ടല്ല, ഇപ്പോഴും തന്നിലെ നടനെ തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രങ്ങളിലും എടുത്തു പറയാൻ പാകത്തിന് പുതിയ എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലുണ്ടാകും. 1973 പുറത്തിറങ്ങിയ കാലചക്രം എന്ന സിനിമയിൽ മമ്മൂട്ടി എന്ന നടൻ പ്രത്യക്ഷപ്പെടുന്നത് ഒരു കടത്തുകാരനായിട്ടാണ്. KS സേതുമാധവൻ്റെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ മീശ മുളയ്ക്കാത്ത പയ്യൻ ഓടിക്കയറിയത് വെള്ളിത്തിരയുടെ മാസ്മരികതയിലേക്ക് മാത്രമല്ല, മറിച്ച് മലയാളികളുടെ ഹൃദയത്തിലേക്ക് കൂടിയാണ്. അവിടെ നിന്നാണ് മുഹമ്മദ് കുട്ടി എന്ന മെഗാതാരം മമ്മൂട്ടിയുടെ യാത്ര തുടങ്ങുന്നത്. അന്നത്തെ കടത്തുകാരിൽ നിന്ന് കാലചക്രം ഇന്നത്തെ കൊടുമൺ പോറ്റി വരെ എത്തി നിൽക്കുമ്പോൾ അതിശയിക്കുന്നത് മലയാള സിനിമ മാത്രമല്ല, സിനിമാ ലോകം കൂടിയാണ്. സിനിമ ആസ്വാദകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത നിരവധി വേഷപ്പകർച്ചകൾ. കുടുംബനാഥനായും രാഷ്ട്രീയക്കാരനായും പോലീസുകാരനായും കള്ളക്കടത്തുകാരനായും ഭൂതമായും മന്ത്രവാദിയായും ചരിത്ര പുരുഷനായുമൊക്കെ എത്രയെത്ര വേഷങ്ങളാണ് മമ്മൂട്ടി പകർന്നാടിയത്, അല്ലെങ്കിൽ ആടിക്കൊണ്ടേയിരിക്കുന്നത്. 1980 റിലീസ് ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങളാണ് മമ്മൂട്ടി നടനായി അരങ്ങേറിയ ആദ്യ ചിത്രം. ടൈറ്റിലിൽ ആദ്യം പേര് തെളിഞ്ഞതും ഈ സിനിമയിലാണ്. 1987 ന്യൂഡൽഹിയോടെ മെഗാസ്റ്റാർ പട്ടവും മമ്മൂട്ടിയെ തേടിയെത്തി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 3 തവണ, മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 5 തവണ, ഫിലിംഫെയർ അതായത് ദക്ഷിണേന്ത്യൻ പുരസ്കാരം 12 തവണ അദ്ദേഹം സ്വന്തമാക്കി. 1998 പത്മശ്രീ നൽകി ഭാരത സർക്കാർ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. 2010 കേരള സർവകലാശാലയും പിന്നീട് കാലിക്കറ്റ് സർവകലാശാലയും ഡോക്ടറേറ്റ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. കണ്ണിൽ അത്ഭുതം കോറിയിടുന്ന വേഷപ്പകർച്ചകളാണ് മമ്മൂട്ടി വെള്ളിത്തിരയ്ക്ക് സമ്മാനിച്ചത്. ചന്തുവായി, പഴശ്ശിരാജാവായി, വൈക്കം മുഹമ്മദ് ബഷീറായി, ഭീമറാവു അംബേദ്കറായി, ഈ വേഷങ്ങളിലെല്ലാം മമ്മൂട്ടി പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞാടിക്കൊണ്ടേയിരുന്നു. 30-ലേറെ നവാഗത സംവിധായകർക്ക് അവസരം നൽകിയ മമ്മൂട്ടിയാണ് ലോഹിതദാസിനെയും ലാൽ ജോസിനെയും ബ്ലസ്സിയെയും വൈശാഖിനെയും എല്ലാം സിനിമയിലേക്ക് കൈപിടിച്ച് നടത്തിയത്. സ്റ്റഫുള്ളവർക്ക് കൈകൊടുത്ത് ഒപ്പം കൊണ്ടു നടക്കാൻ ഒട്ടും മടിയില്ലാത്ത പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റേത്. പുതുമുഖ സംവിധായകന്മാരോട് അടുത്ത പടത്തിൽ നമുക്ക് റോളൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന മമ്മൂട്ടിയെക്കുറിച്ചും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇനിയും ഒരുപാട് വർഷങ്ങൾ വേറിട്ട വഴികളിലൂടെ ആരും പ്രതീക്ഷിക്കാത്ത കഥാപാത്രങ്ങളിലൂടെ വന്ന് മലയാളികളെ ഞെട്ടിത്തരിപ്പിക്കുന്ന മമ്മൂട്ടി ചിത്രത്തിനായി നമ്മളിപ്പോഴും കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക്, മലയാളത്തിൻ്റെ മെഗാസ്റ്റാറിന് പിറന്നാൾ ആശംസകൾ.